110 ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോൾ. ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷത്തെ തീരെ കണക്കിലെടുക്കാത്തൊരു മുഖ്യമന്ത്രിയാണ്. അണ്ണാവെ പറ്റി പറഞ്ഞ 99 സീറ്റ് കിട്ടി ജയിച്ച് അധികാരമേൽക്കാൻ പോകുമ്പോ അദ്ദേഹം പറയേണ്ടിയിരുന്നത് പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ സഹകരണം ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നാണ്. അതിന് പകരം അദ്ദേഹം പറഞ്ഞത് UDF പ്രസക്തി നഷ്ടപ്പെട്ടു എന്നാണ്. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ UDF എന്ന് പറഞ്ഞ ഇവിടുത്തെ പ്രതിപക്ഷമാണ്. പ്രതിപക്ഷത്തിന് പ്രസക്തി നഷ്ടപ്പെട്ടാൽ പിന്നെ ജനാധിപത്യം ഇല്ല. 100% ഞാൻ യോജിക്കുന്നു. അപ്പോ VD സതീശൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് മന്ത്രിമാരെ പോലെ ഒരാളാണ്. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് ഉണ്ട്. അദ്ദേഹത്തിന് അതിന്റെ പദവിയും പത്രാസും പ്രതിഫലവും ഒക്കെ ഉള്ള ഒരാളാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അപ്പൊ അദ്ദേഹം പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തെ തന്നെ തള്ളിക്കളയുന്നു എന്നാണ്. ഇപ്പോ നേരത്തെ ആരോ പറഞ്ഞിട്ട് പ്രസക്തി നഷ്ടപ്പെട്ടു. ഇവിടുത്തെ കോൺഗ്രസിനോ ലീഗിനോ മറ്റ് കക്ഷികൾക്കോ കേരള കോൺഗ്രസിനൊക്കെ പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ഭരണപക്ഷി പറയരുത്. ജനാധിപത്യത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇവിടെ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാസ്റ്റർ അദ്ദേഹം സർവസമ്മതനാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. ഞാൻ അക്കാര്യത്തിലൊന്നും വിവാദം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, അക്കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട്. അല്ല, സമ്മതമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ സർവസമ്മതനാവില്ല. എന്താണ് സമ്മതമല്ലാത്ത കാര്യം പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷം പ്രധാനമാണ്, അവരെ കേൾക്കണം എന്ന് പറഞ്ഞതാണ് സമ്മതമല്ലാത്തത്. ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തെ കേൾക്കുക മാത്രമല്ല, നിയമസഭ എന്ന് പറയുന്നത് കേരള ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം സമ്മേളിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ സർവകക്ഷി യോഗത്തിനപ്പുറത്ത് മതനിരപേക്ഷ കേരളത്തിന്റെ സർവ്വജനങ്ങളുടെയും അണിനിരത്തലാണ്. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ പ്രസ്താവന തിരുത്തണോ സുനിൽകുമാർ? ഞാൻ അങ്ങനെ വ്യക്തിപരമായ തെറ്റായ ഒരു കാര്യം സമൂഹം തള്ളിക്കളയുക. വ്യക്തിപരമായ അഭിപ്രായം തന്നെ പറയുന്നത്. തെറ്റായ ഒരു കാര്യം സമൂഹം തള്ളിക്കളയണം. അതാണ് ജനാധിപത്യം. ഇവിടെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, നിങ്ങൾ പാരമ്പര്യമായിട്ട് പൊട്ടന്മാരല്ലേ. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. തെറ്റായ ഒരു അഭിപ്രായം വന്നാൽ ആ ഭൂരിപക്ഷം തള്ളിക്കളയുക. അതാണ് ജനാധിപത്യം. ആ ജനാധിപത്യത്തിന്റെ സ്വതന്ത്ര വികാസത്തിനാണ് മുഖ്യമന്ത്രി ഇന്ന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് സുനിൽകുമാർ? അടപടലം തെറ്റെന്ന് മുഖ്യമന്ത്രി കണക്ക് സഹിതം പറഞ്ഞൊരു പ്രസ്താവന. എന്റെ മുമ്പ് തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. ഇത് ശ്രീ അനിൽകുമാറിനോട് ഈ വിഷയത്തിൽ നിലപാട് ചോദിക്കുമ്പോൾ മീനച്ചിലാറ്റിലെ വരാലിന് പോലും ഇത്രയും മെയ്വഴക്കം കാണത്തില്ല. ഒരു ചോദ്യം ചോദിക്കുമ്പോൾ വളരെ വസ്തുനിഷ്ഠമായിട്ട് അങ്ങ് പറഞ്ഞാൽ പോരെ, പ്രസ്താവന പിൻവലിക്കണമോ വേണ്ടായോ? ഇത്രയുള്ള ഇവരുടെ മതേതരത്വ നിലപാടുകൾ. ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. വർഗീയതക്കെതിരായിട്ടുള്ള ഇവരുടെ പോരാട്ടമൊക്കെ വെറും ഭോഷ്കാണ് എന്ന് തെളിയിക്കാൻ ഇതിനപ്പുറം ഒരു ഉദാഹരണം വേണ്ട. നേരത്തെ പറഞ്ഞു ഞങ്ങൾക്ക് മതേതരത്വമായ നിലപാടാണ്, ഞങ്ങളുടെ കൂടെ IUML ഒന്നുമില്ലല്ലോ, മുസ്ലിം ലീഗ് ഇല്ലല്ലോ എന്ന്. ആരാ ഉള്ളത് കൂടെ? INL എങ്ങനെയുണ്ടായത്? മുസ്ലിം ലീഗിന് വർഗീയത പോരാ എന്ന് പറഞ്ഞ് തീവ്ര വർഗീയതയ്ക്ക് വേണ്ടി രൂപം കൊണ്ട INL ചേർത്ത് പിടിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കൂടെ ലീഗ് ഇല്ലല്ലോ. മാഷിനെ, കാരശ്ശേരി മാഷിനെ പോലെ ഒരാളെ ഫ്ലോറിൽ വിളിച്ചിരുത്തിയിട്ട് അദ്ദേഹത്തിന്റെ ബുദ്ധി വീട്ടിൽ വെച്ചിട്ടാണോ വന്നതെന്ന് അനിൽകുമാർ ചോദിക്കുന്നത് മര്യാദയല്ല. അങ്ങനെ വീട്ടിൽ വെക്കുവാൻ പോലും ഒരു ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ചോദ്യം അനിൽകുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മുതലും പലിശ ചേർത്ത്